2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 4 വാക്യങ്ങളിൽ എപ്പിസോഡ് 4, 4-ാമത്തെ ക്ലിപ്പായി മനസ്സിലാക്കണം. നമ്മൾ കാഹളം ധ്വനിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച്, നമ്മളിപ്പോൾ നേരത്തെ പ്രവൃത്തി പുസ്തകം 9:31 കേട്ടതുപോലെ 9:31 എന്താ നമ്മൾ കേട്ടേ? നല്ലൊരു വാക്യമാണ്. എനിക്ക് എപ്പോഴും വായിക്കാനായിട്ട് എനിക്ക് സന്തോഷം തോന്നുന്നൊരു വാക്യം 9:31 കുറിച്ചിട്ടാണ് ആ വാക്യം. യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്ന് പെരുകിക്കൊണ്ടിരുന്നു. അതുപോലെ ചേർത്തല, ചെത്തി, പിന്നെ പാലാരിവട്ടം, ആലുവ, കോഴിക്കോട്, കൊണ്ടിക്കാട്ടാക്കട, തിരുവനന്തപുരം 14 ജില്ലകളിലും ഉള്ള സഭകളൊക്കെ എന്ത് ചെയ്യണം? സമാധാനം ഉണ്ടാകണം. സഭകൾ ആത്മീയവർദ്ധന പ്രാപിക്കണം. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്ന് പെരുകിക്കൊണ്ടിരിക്കണം. ആത്മീയ വളർച്ച, ആത്മീയ വർദ്ധനവ്, ആത്മീയ നിറവ് സഭയ്ക്കുണ്ടാകണം. ഈ കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലും ആഗോള വ്യാപകമായി ദൈവസഭകൾക്ക് എന്തുണ്ടാകണം? ആത്മീയ വളർച്ച ഉണ്ടാകണം, ആത്മീയ വർധന ഉണ്ടാകണം, ആത്മീയ നിറവുണ്ടാകണം. കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം. കർത്താവ് വരുമ്പോൾ ഈയം പാറ്റകളെപ്പോലെ അവർ പറന്നു പോകണം. കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഇന്നത്തെ സഭകൾ കൊണ്ട് എന്തു ഗുണം? നല്ല ഗുണമുണ്ടോ? പാസ്റ്റർ കഞ്ഞി കുടിച്ചു അല്ലേ? കുട്ടികളെ പഠിപ്പിക്കാം. പറയുമ്പോൾ എല്ലാം പറയണം. 15, 20, 25 വിദേശ വിശ്വാസികളുള്ള സഭയിൽ ഒരു പാസ്റ്ററായിട്ട് കിട്ടാൻ 5 ലക്ഷം രൂപ കോഴ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? 10-15 വിശ്വാസികൾ വിദേശ, അപ്പോൾ ദശാംശം ഇഷ്ടം പോലെ കിട്ടും, വരുമാനം കിട്ടും. അപ്പം അത് മതിയല്ലോ ആൾക്കാർക്ക്. ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണമെന്നുള്ള ചിന്തയില്ലല്ലോ. സ്തോത്രാഴ്ച മതി, ദശാംശം മതി, മനഃപൂർവ്വ ദാനം മതി. പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടിടുക, പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടിടുക, പ്രാർത്ഥിച്ച് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരിക, തിരിച്ചു പോകാൻ നേരത്ത് പ്രാർത്ഥിച്ച് എയർപോർട്ടിൽ കൊണ്ടു വിടുക. പാസ്റ്റർമാർ അനേകയുടെ ജോലിയായത്. ഞാൻ പോകത്തില്ല, വേറെ വണ്ടി പിടിച്ച് നോക്കാൻ മതി. എന്നിട്ട് അവരുടെ നിന്ന് കാശ് മേടിക്കുക. അത്ര അതപ്പതിച്ചു പോയി നമ്മുടെ ആത്മീയഗോളം. എങ്ങനെയാ പറയാതിരിക്കുന്നേ? അവർക്ക് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ളവർക്ക് നിർമ്മല കന്യകയായി സഭയെ ഒരുക്കിയെടുക്കാൻ പറ്റുമോ? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. വിശ്വാസികളുടെ ഹൃദയം വഷളാകാതെ നേരോടെ ജീവിച്ച് നിർമ്മല കന്യകയായി ജീവിച്ച് കർത്താവിൻ്റെ ഉരിൽ പോകാനായിട്ട് പാസ്റ്റർമാർക്ക് അവരെ ഒരുക്കിയെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കല്ലേ ഒരുക്കാൻ പറ്റുള്ളൂ. ഈ സഹോദരൻ ജീവന്റെ വചനം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതെന്തോ കുറേ ജീവന്റെ വചനം പറയും, ഇതെവിടെ കിട്ടും? അതിങ്ങനെ ഒരു സ്ഥലത്ത് കിട്ടും, അതുകൊണ്ടല്ലേ വന്നത്. ഞങ്ങളതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നമുക്ക് കിട്ടുന്ന സ്വോത്രാഴ്ചയും ദശാംശവും അല്ല നമ്മുടെ വിഷയം. ആരെങ്കിലും എന്തെങ്കിലും സ്വോത്രാഴ്ചയായിട്ടോ ദശാംശമായിട്ടോ തന്നാൽ സന്തോഷം, തന്നാലും സന്തോഷം, തന്നില്ലേലും സന്തോഷം. അതൊന്നും അല്ല നമ്മുടെ വിഷയം. അത് അർഹിക്കുന്നിടത്ത് മാത്രമേ സ്വോത്രാഴ്ച മേടിക്കുകയും ചെയ്യുള്ളൂ, അല്ലാത്തടത്ത് മേടിക്കത്തില്ല. വേണ്ട, ഗുണം പിടിക്കാത്തതിൻ്റെ കാശ് നമുക്ക് വേണ്ട. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ വിഷയം ഇതാണ്. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. ഒന്ന് വായിച്ചേ, എഫേസർ 5:6, എഫേസർ 4:14 വായിച്ചേ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കണ്ണാടി കൊണ്ടുവരണം. കണ്ണാടി കൊണ്ടുവന്ന് വായിക്കണം. വരുന്നത് വായിക്കുമ്പോഴേ ഹൃദയത്തിലോട്ട് കയറത്തുള്ളൂ. ആ, എഫേസർ 4:14, എഫേസർ 5, 4:14. ഈ ചെവിയൊന്നും ഇല്ലേ, കേൾക്കുന്നില്ലേ? അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അഴഞ്ഞുഴുന്ന ശിശുക്കളായിരിക്കാതെ
സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. ശകലത്തിലല്ല, സകലത്തിലും വളരണം. മനുഷ്യന്റെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ, ചതി എന്ന വാക്ക് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. സർപ്പം ഉപായത്താൽ ചതിച്ചു. അതുപോലെ പുതിയ നിയമ സഭയെ ചതിക്കുന്ന, ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കോണം ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുള്ള ശിശുക്കളായിരിക്കരുത്. ശിശുക്കൾക്ക് ഉപദേശം പഠിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കിവിടെ ഒരു കുഞ്ഞുണ്ട്, ഈ വണ്ടി അവന്റെ വണ്ടിയാ, ഈ കാറ് അവന്റെ കാറാ. ഇതുപോലെ എടുത്ത് നമ്മൾ വഴക്കുണ്ടാക്കുന്നു. ഇവനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കാറ് കൊണ്ടുവന്ന് അവൻ്റെ മുമ്പോട്ട് വലിച്ചെടുത്ത് ദൂരെ കളയും. എന്താ കാര്യം? അവൻ പഠിച്ചു, അവൻ വളർന്നു, അവൻ പക്വത പ്രാപിച്ചു, ശൈശവാവസ്ഥ വിട്ടു. 1 കൊരിന്ത്യർ 13:11 ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം ശൈശവാവസ്ഥ കിടക്കുകയാണെന്ന് എത്ര വർഷങ്ങളായി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. തെക്കും വടക്കും അറിഞ്ഞൂടാത്തങ്ങള്. ആരെങ്കിലും ഒരു പാസ്റ്റർ പ്രസംഗിക്കാൻ വന്നാ ഊതിയിടുക, ഉന്തിയിടുക, കൊലപ്പിക്കുക, ചിരിപ്പിക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇയലുപോലെ കൂടുവാങ്ങ ആൾക്കാർ. ഞങ്ങളൊന്നും പോകാറില്ല. കാരണം ഊതിയിട്ട, ഉന്തിയിട്ട, കൊലപ്പിച്ച, ചിരിപ്പിച്ച കുറെ അനുഗ്രഹം കിട്ടിയാൽ മതി. അനുഗ്രഹം കിട്ടും, അവസാനം നരകത്തിൽ പോയി വീഴുകയും ചെയ്യും. എനിക്കറിയാം, ഇഷ്ടംപോലെ പാസ്റ്റർമാരെ എനിക്കറിയാം, ഒന്ന് വീണില്ലെങ്കിൽ ഇവർക്ക് ഒരു സ്വസ്ഥതയില്ല. ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുന്നത്, ഇവർ വീണ് കിടക്കുന്നവർ, അതുകൊണ്ടാണ് ഇങ്ങനെ വീഴുന്നത്. ആത്മീയമായിട്ട് അവര് വീണ് കിടക്കുന്നവരാ, പാപത്തിൽ വീണ് കിടക്കുന്നവരാ. ഇന്റർനാഷണൽ ഊത്തുകാരന് മുമ്പാകെ ഞാൻ പോയി നിന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഇന്റർനാഷണൽ ഊത്തുകാരൻ. ഞാൻ വന്ന സമയത്ത്, നാട്ടിലോട്ട് വന്നപ്പോൾ ഈ ഊത് ശുശ്രൂഷ നല്ലതാണെങ്കിൽ എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ഞാൻ പോയി നിന്നാ. ഞാൻ വീണില്ല. എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് എൻ്റെ ഇടത്തും വലത്തും പുറകിലും മുമ്പിലും ഒക്കെ ചക്ക വീഴുന്ന പോലെ, ചക്ക പഴുത്തതൊക്കെ വീഴുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? അതുപോലെ ഓരോരുത്തർ വീഴുന്നുണ്ട്, പൊത്തോന്ന് വീഴുന്നുണ്ട്. ഞാൻ വീണില്ല. ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരുന്നു. ഈ കള്ളപ്രവാചകൻ, ഈ ദുരുപദേശി എന്നെ ഊതിയിട്ടും ഉന്തിയിട്ടൊന്നും ഞാൻ വീണില്ല. അന്ന് മുതൽ ഞാൻ ഇതിനെതിരെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ഇതിനാരുടെയും ശുപാർശ വേണ്ട. ഇത് കൾട്ടാണെന്നും ഇത് സാത്താൻ്റെതാണെന്നും ഇത് ദുരുപദേശമാണെന്നും ഞാൻ ശക്തിയോടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. മരണം വരെയും അങ്ങനെ തന്നെ പ്രസംഗിക്കും. എന്താ കുഴപ്പം? അത് ശരിയാണെന്നും പറഞ്ഞ് പുസ്തകത്തിൻ്റെ മുമ്പിൽ വരട്ടെ. ഈ ഉപദേശം ശരിയാണ് പാസ്റ്റർ, അപ്പോസ്തലന്മാരും കർത്താവ് ഇത് ചെയ്തതാണെന്ന് തെളിയിച്ചു തരട്ടെ. നാളെ തൊട്ട് നമുക്ക് ചെയ്യാം. എന്തിനാണ് ഈ വേഷം കെട്ട്? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതാണ് ഊതിയിടല്, ഉന്തിയിടല്, കൊരപ്പിക്കല്, ചിരിപ്പിക്കല്, ഛർദിപ്പിക്കല്. വിശ്വാസികളെല്ലാം കൂടി എഴുന്നേറ്റ് നിന്ന് കൈപൊക്കി പ്രാർത്ഥിക്കാൻ പറയുക. പുരുഷന്മാർ കൈപൊക്കി പ്രാർത്ഥിക്കാനായിട്ട് പുസ്തകം പറയുന്നുണ്ട്. സ്ത്രീകളെ കൈപൊക്കി പ്രാർത്ഥിക്കാൻ ഏത് പുസ്തകത്തിലുള്ള പ്രമാണം പറഞ്ഞു? വിശുദ്ധന്മാർ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പുസ്തകം. അവരുടെ പെണ്ണുങ്ങളല്ല പൊക്കാൻ നേരത്തെ ഇവിടെ മുഴുവൻ ചില ഇപ്പോഴത്തെ ഡ്രസ്സൊക്കെ കണ്ടിട്ടില്ലേ? എന്ത് കോമാളിത്തരമാണ്. അവിടെ അനീഷ് കാവാലം പാസ്റ്റർ പിന്നെയും പ്രസംഗിക്കും കുറച്ചൊക്കെ, മാന്യമായി യോഗ്യമായ ഡ്രസ്സ് ധരിച്ച് വേണം സഭയിൽ വരാമെന്നൊക്കെ ആദിവാസം പറയുന്നുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സത്യയോടെ പറയുന്നു. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. ഇന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? ഏത് കോലത്തിൽ വന്നാലും വേദോസ്തം കൊണ്ട് സഭായത്തിന് വരുന്നില്ലല്ലോ ഇന്നത്തെ വിശ്വാസികൾ. ലണ്ടനിലെ ബാബു ജോൺ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഫോണുമായിട്ട് വരിക. ഈ തീട്ടിക്കല സഭായം നടക്കുമ്പോൾ ഫോണിൽ കണ്ടോണ്ടിരിക്കുക. മനസ്സിലായോ? ഇതെല്ലാം എന്താണ്? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ചതിയുടെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. ഈ ചതിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സഭയെ ഉദ്ധരിച്ചെടുക്കാനാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ബോംബെയിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ബോംബെയിൽ പാകിസ്ഥാൻ ഇന്ത്യ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചർച്ചിൽ വിശ്വാസികൾ, കുട്ടികൾ, യൂത്ത്സൊക്കെ വന്ന് മുംബൈയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കമന്ന് കിടന്ന് ഫുട്ബോൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുക. റൺ റേറ്റ് അറിഞ്ഞുകൊണ്ടിരിക്കുക, ഓവർ റൺ റേറ്റ്, ആര് പോയി ആര് പോയില്ല എന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഭാഷ നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഭാഷ ക്രിക്കറ്റിൻ്റെ പ്രാന്തന, അത് അതിലും വലുത്. ഭാഷ പറഞ്ഞു, സൗരന്മാരെ, കുട്ടികളെ,
ഒരു കുറച്ച് സമയം കൂടി നമുക്ക് പ്രാർത്ഥിച്ചും പാടി ആരാധിച്ചൊക്കെ ഇരിക്കാം. ഞാൻ പറയണതൊക്കെ നമ്മളൊന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പഠിച്ചിരുത്തിട്ട് പെട്ടെന്ന് സമയം നിർത്തിയിട്ട് നമുക്ക് ഹോളിൻ്റെ ഉള്ളിൽ TV കൊണ്ടുവന്ന് വെച്ച് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. എങ്ങനെയുണ്ട്? ലോകക്കാരായിരിക്കാതെ വണ്ണം ജീവിക്കാൻ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ലോകക്കാരെ പോലെ ജീവിക്കാൻ അല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഇടമോഹം, കൺമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം ഇതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനത്തിൽ കിടക്കുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിൻ്റെ ദൈവം സാത്താൻ. ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം ആരാ? പിശാച്. അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി, പെന്തക്കോസുകാരുടെ കണ്ണ് കുരുടാക്കിയെന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കണേ. അനേക പാസ്റ്റർമാരുടെ, അനേക വിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിട്ടിരിക്കുക. സർപ്പം ഹവ്വായ ഉപായത്തിൽ ചതിച്ചതുപോലെ ചതിച്ചിട്ടിരിക്കുക. ചതി നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ദൈവസഭയിൽ സാത്താൻ കയറി മെഴുകിയിട്ടിരിക്കുക. മനസ്സിലായോ? 3000 പേര് രക്ഷിക്കപ്പെട്ട് വന്ന സഭയിൽ പ്രവൃത്തി 2:48 എഴുതിയിരിക്കുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആയിരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചു. അതിൻ്റെ അവസാന വാക്യം അറിയില്ല. അവരെ കർത്താവ് തൻ്റെ സഭയോട് ആരെ? കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെട്ട ആരെ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആയിരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചു. അതല്ലേ കർത്താവിൻ്റെ സഭ? ഇന്ന് കാണുന്ന ഈ പേരിൽ നിൽക്കുന്ന സഭകളൊക്കെ കർത്താവിൻ്റെ സഭയാണോ? എനിക്കറിയില്ല. കർത്താവിൻ്റെ സഭയാണെങ്കിൽ കൊള്ളാം, കർത്താവിൻ്റെ ഒരു പോകാം. ഇല്ലെങ്കിൽ പോക്ക് വല്ലയിടത്തും ആയിരിക്കും. എൻ്റെ അച്ഛനും കപ്പ്യാരും കൂടി നരകത്തിൽ പോയി. നരകത്തിൽ ഒരു സെല്ലിൽ കൊണ്ടുവന്നിട്ടിരിക്കുക അച്ഛനെ, ബിഷപ്പിനെ. തൊട്ട് താഴെ കപ്പ്യാരും കൂടെയുള്ളവരും കൂടി. അപ്പോൾ കപ്പ്യാരും കൂടെയുള്ളവരും കൂടി ബഹളം വെച്ചപ്പോൾ പറയും, മിണ്ടാരി മുകളിൽ ആൾ കിടപ്പുണ്ട്, നമ്മുടെ മൂത്ത ആൾ അവിടെ കിടപ്പുണ്ട്, മിണ്ടല്ലേന്ന്. അച്ഛൻ പടക്കു പറയുന്നു. നരകത്തിൽ ചെല്ലുമ്പോൾ അതിനൊന്നും കാര്യമില്ല, എല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കണം. അതൊക്കെ ഭാവനകളായി പറയുന്നത്. എൻ്റെ പൊന്നേ, എൻ്റെ പ്രസംഗം മുഴുവൻ നരകക്കുഴിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എൻ്റെ വചനപ്രഘോഷണം മുഴുവൻ നിത്യമായ നരകാഗ്നിയിൽ നിന്ന് ജനം വിടുവിക്കപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ അംശികളായി തീരണം. അതിനാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഒരൊന്നുമല്ല, ഒരു ലാഭം കണ്ടുകൊണ്ടല്ല. കുട്ടികളെ പഠിപ്പിക്കാനും വീടുണ്ടാക്കാനും അത് ചെയ്യാനും ഇത് ചെയ്യാനൊന്നും അല്ല ഞാൻ പ്രസംഗിക്കുന്നേ. നമുക്കാരും അങ്ങനെ ഒന്നും തരുന്നുമില്ല. അങ്ങനെ ആരും തരുകയും വേണ്ട. അന്യായമായ ഒരൊറ്റ പൈസ എൻ്റെ കൈ വരരുന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാന്യമായി യോഗ്യമായി ജീവിക്കുന്നവൻ വചനം കേട്ട് സ്വോത്രാഴ്ച തന്നാൽ അത് വാങ്ങും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട. ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലം പറഞ്ഞ് അനേകരെ വാണിഭരാക്കിക്കൊണ്ടിരിക്കുക. അതും സാത്താൻ്റെ പ്രവൃത്തിയാണ്. റോമാലേഖനം 16-ാം അധ്യായത്തിൽ സാത്താൻ്റെ ഒരു വലിയ പ്രവൃത്തിയുണ്ട്. അതൊക്കെ ഞാൻ പടപടയെന്ന് വായിച്ച് മെസ്സേജ് അങ്ങ് നിർത്താൻ താല്പര്യപ്പെടുക. അതിൻ്റെ 16-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നിടത്തുനിന്ന് വായിച്ചേ വേണമെങ്കിൽ 17-18 സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ചതിക്കുന്നു, വഞ്ചിക്കുന്നു. കണ്ടോ? സാധുക്കളുടെ ഹൃദയത്തെ ചതിക്കുന്നു, വഞ്ചിക്കുന്നു. ദൈവവചനം പ്രസംഗിച്ച് നടത്തേണ്ട സ്ഥാനത്ത് കെട്ടുകഥ പറഞ്ഞുകൊണ്ടിരിക്കുക. കെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പത്രോസ് എന്താ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞത്? ഒരുവൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ. തിമോഥെയോസിനോട് പറയുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, വളച്ചൊടിക്കരുത്. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. യഥാർത്ഥമായി പ്രസംഗിക്കണം. വളയ്ക്കാൻ പാടില്ല, ഒടിക്കാൻ പാടില്ല. വളച്ചോ ഒടിച്ചോ, പക്ഷേ നിത്യത കാണത്തില്ല. ഇവിടെ കിടന്ന് വളച്ചൊടിച്ച് കുട്ടികളെ പഠിപ്പിച്ച് പിന്നെ കാറ് മേടിച്ച് വീട് മേടിച്ച്. ഡോക്ടർ മുരളീധരൻ പറഞ്ഞ ഒരു പ്രസംഗത്തിലൊരു കൊട്ടേഷൻ ഞാൻ എപ്പോഴും പറയും. പുള്ളിയുടെ കൂട്ടുകാരനൊരു പാസ്റ്ററുണ്ട്. ഒരു ന്യൂ ബ്രാൻഡ് കാർ ഇറങ്ങുമ്പോൾ അതങ്ങ് മേടിക്കും. ആ കാറിൻ്റെ തന്നെ 6 മാസം കഴിയുമ്പോൾ ഒരു പുതിയ മോഡൽ തന്നു കഴിഞ്ഞാൽ ഇത് വിറ്റിട്ട് വേറൊരു കാർ മേടിക്കും. ആ കാർ മേടിച്ച് കുറച്ച് കഴിയാൻ നേരത്ത് ആ കാറിൻ്റെ പുതിയ മോഡൽ, ഇപ്പം അങ്ങനെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ആൾട്ടോ കാറിൻ്റെ എത്രയോ പുതിയ മോഡൽ വന്നുകൊണ്ടിരിക്കുക, പല പല മോഡൽ.
അപ്പോൾ പുതിയത് പഠനമനുസരിച്ച് പുതിയത് മേടിച്ചുകൊണ്ടിരിക്കും. പുള്ളിയുടെ ശുശ്രൂഷ കാറ് വാങ്ങൽ ശുശ്രൂഷയാണ്. ഞായറാഴ്ച വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു സങ്കീർത്തനശീലം വായിച്ചു ഒന്ന് പ്രസംഗിച്ച ആൾക്കാരൊന്ന് തുള്ളി ബഹളം വെച്ച് കുറെ കാശൊക്കെ അടിച്ചു മാറ്റി. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഓരോ ഡ്രസ്സ് ഇടുന്ന പാസ്റ്റർമാർ ബോംബെയിലുണ്ടെന്ന് വിശ്വസിക്കുമോ നിങ്ങളെ? അതെന്താണ്? പാരീസാ, ലണ്ടനാ. രാവിലെ ഇടുന്ന ഡ്രസ്സ് ഉച്ചയ്ക്കിടില്ല, ഉച്ചയ്ക്കിടുന്ന ഡ്രസ്സ് വൈകുന്നേരം ഇടത്തില്ല. എന്താ കാര്യം? എന്താന്ന് പറ? പണക്കൊഴുപ്പ്, ഭൗതിക വർധനവ്. അതല്ലേ സഹോദര? അല്ലേ? അതല്ലേ? 2-3 വസ്ത്രം ഉണ്ടെങ്കിൽ അത് തന്നെ ഇടൂലേ? നിങ്ങൾക്കറിയാമോ, ഒരു 10-25 വർഷമായി തുണികളൊന്നും ഞാൻ വാങ്ങാറില്ല. ഉള്ളത് തന്നെ ഇടുക. പലരും തന്നു, വെള്ള ഷർട്ടൊക്കെ പലരും തന്നു, ഓക്കെ, സന്തോഷം. ഉള്ളതൊക്കെ തന്നെ ഇട്ടു. ഇത് അതും എന്തിനാണ്? നമ്മൾ ആരെ കാണിക്കാനാന്ന്? പെന്തക്കോസ്തുകാരുടെ കാര്യം ഞാൻ പറയട്ടെ, ആരും പിണങ്ങരുത് എന്നോട്. പിണങ്ങിയാലും എനിക്കൊരു ചുക്കുമില്ല. കല്യാണത്തിന് പെന്തക്കോസ്തുകാർ വീട്ടിൽ പെണ്ണുങ്ങൾ പോകണമെങ്കിൽ പുതിയ താരി മേടിച്ചു കൊടുക്കണം അവർക്ക്, അല്ലെങ്കിൽ പുതിയ ചുടുതാറ്. ഈ സ്ഥലത്ത് കല്യാണമുണ്ട്, ഞാൻ പുതിയതില്ല. എന്തിനു പുതിയത്? നീ എന്നാ മണവാട്ടിയാണോ? പണ്ടൊരു അച്ഛൻ ചോദിച്ചു, നീ ആരെ കാണിക്കാനായിട്ടുണ്ട് നടക്കണേ ഇത്? മണവാളം വരുമ്പോ പോണമെന്നുള്ള ചിന്ത ഉണ്ടോ? അതോ ഈ ലോകത്ത് കിടന്ന് കളിക്കുകയാണോ? നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും എവിടെ ആയിരിക്കണം? മണവാളന്റെ വരവിന് വേണ്ടി ആയിരിക്കണം. 1 പത്രോസ് 1:13 വായിച്ചേ. 1 പത്രോസ് 1:13. ഈ പ്രസംഗങ്ങള് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. എങ്ങനെയെങ്കിലും കേൾക്കണം. ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് എടുത്ത് കേൾക്കണം. ഞാനുള്ള നമ്പറൊക്കെ പറഞ്ഞുതരാം. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. നമ്മുടെ ഹൃദയം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. പണ്ടത്തെ വിശ്വാസികൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവർ പറമ്പിൽ പണിയെടുക്കുമ്പോൾ, ഇന്നേക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയണം, അവര് തൂമ്പയെടുത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. പറയാറുണ്ടോ? മീൻ പിടിക്കാൻ നേരത്ത് പറയണം, മീനൊക്കെ കുടഞ്ഞിടുമ്പോൾ സ്വോത്രം. അതിന്റെ നന്മയുണ്ടാവും. തൂമ്പെടുത്ത് കളിക്കുമ്പോൾ സ്വോത്രം എന്ന് പറയും. പണ്ടത്തെ പെന്തക്കോസ്തുകാരെ സമുദായക്കാർ പറമ്പിൽ പണിയെടുപ്പിക്കത്തില്ല. കാരണം അവൻ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ യാക്കോബക്കാരൻ പെന്തക്കോസ്തുകാരനാവും. ആ പേടി സാത്താനുള്ളതുകൊണ്ട് അവരെ കയറ്റത്തില്ല. ഒരു പാസ്റ്റർ പറഞ്ഞ കാര്യമായി. തെങ്ങിൻ്റെ കൂടെ കളിക്കാൻ വന്നൊരു സ്വോത്രം പറഞ്ഞാൽ കളിക്കുന്നേ. അത്ര ഭക്തന്മാരായിരുന്നു അവര്. നിസ്സാര ജോലിയായിരുന്നു അവർക്ക്. നമ്മൾ മീൻ പിടിക്കുമ്പോഴും എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അടുത്തൊക്കെ ആൾക്കാർ ഇതിപ്പെടാതെ നമുക്ക് വിഷയമല്ല. സ്വോത്രം. നീ എന്താണ് ഈ സ്വോത്രം പറയും? ദൈവത്തിന് മഹത്വം കൊടുക്കും. ഗുണം പിടിക്കാത്ത നിനക്കത് മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞ് വിട്ടേക്കണം. എന്താ സ്വോത്രം, ഹല്ലേലൂയ. ഞാൻ ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോകുമ്പോൾ സ്വോത്രം അല്ലെങ്കിൽ അന്യഭാഷ പറഞ്ഞ് വെടിക്കെട്ട് കൂട്ടുന്നല്ലോ പറഞ്ഞുണ്ടാവും. അപ്പോൾ ആൾക്കാരെ ഇതെന്തായി കാണിക്കുന്നത്? നമുക്ക് അവർ വിഷയമല്ല. നമ്മൾ പ്രാർത്ഥിച്ചും ആരാധിച്ചോ നമ്മൾ പോകുന്നത്. സത്യം പറയാണ്, ഞാനൊരു ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി സ്തോത്രം പറയും, ഒത്തിരി അന്യഭാഷയിൽ ഞാൻ പറഞ്ഞുകൊണ്ടാ വണ്ടിയിൽ പോകും. പോക്ക് വരവല്ല. അതുകൊണ്ട് ആക്സിഡൻറ്റ് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഒന്നും ഇതുവരെ നമ്മളെ നശിപ്പിക്കാനിടയായില്ല. തലയോലപ്പറമ്പിൽ ഒരു മീറ്റിങ്ങിന് ഞങ്ങൾ കാറിൽ പോകുന്ന സമയത്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു ക്ലാസ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. റോമാലേഖനത്തിലെ ക്ലാസ്. 100 ക്ലാസ്സാണ് അന്നത്തെ വിഷയം. ഞങ്ങൾ കാറിൽ പോകാൻ നേരത്ത് റൈറ്റ് സിഗ്നലിട്ട് ഞങ്ങൾ കാർ എടുക്കുമ്പോൾ പുറകിൽ കൂടി ഒരു ബൈക്കുകാരൻ വന്നിട്ട് ഞങ്ങളുടെ കാറിൻ്റെ പുറകിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പോകാൻ. അങ്ങോട്ട് പോകാതെ റൈറ്റിലോട്ട് എത്തി ഗേറ്റിലോട്ട് കയറാൻ പോകുന്ന ഞങ്ങൾ ഒരു ഒറ്റ ഇടി. വണ്ടിക്ക് 5000 രൂപയുടെ പണി വന്നു. അവൻ്റെ വണ്ടിക്കും കേടായി. അവൻ മുച്ചക്രക്കാരനാണ്. കുന്തൊന്നും കണ്ടുകൂടാ അവന്. അതെ, ഞാൻ ഒരു ടെമ്പററി ജോലി ചെയ്യുന്നവൻ എൻ്റെ വണ്ടി പണിയണം. പിന്നെ അവൻ്റെ വണ്ടി പണിക്കും കാശ് കൊടുത്തു ഞാൻ. എൻ്റെ വണ്ടി പണിയും കാശ് ഞാൻ എടുത്തു. അതാ പറഞ്ഞ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ദൈവമക്കൾക്ക് ഉണ്ടാകും. സാരമില്ല. സന്ദേശങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ മെസ്സേജുകൾ. റോമാലേഖനം പഠനം തലയോലപ്പറമ്പിലെ പ്രിയ ദൈവമക്കളെ, ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? നമുക്ക് കഷ്ടങ്ങളും ഉപദ്രവങ്ങളും ഭാരങ്ങളും. ഇപ്പം ഇന്നലെ എനിക്ക് രോഗം വന്നു, ഞാൻ ചത്തില്ലല്ലോ. ഇന്നലത്തെ
ആ കിടപ്പ് കണ്ടിരിച്ചാൽ ഇന്നൊന്നും എണീക്കത്തില്ല, അവിടെ തന്നെ കിടക്കും. വാ തുറന്ന് വായിലോ എല്ലാം വെള്ളം ഒഴിച്ചേരേണ്ട ഗതികേട് വരും. പക്ഷെ ഞാൻ എണീറ്റില്ലേ, എന്താ കാര്യം? ഞാനോ ലോകാവസാനത്തോളം പറ എല്ലാ നാളും എന്നോട് കൂടെ ഉണ്ടെന്ന് പറ. നിങ്ങളോട് കൂടെ ഉണ്ട്, എന്നോട് കൂടെ ഉണ്ട്. നാം പാപസംബന്ധം മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുവന്നുള്ള കുരിശിന്മേൽ അവന്റെ അടിപ്പിണരാൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെശയ്യാപ്രവചനം 53:4-5 എന്താ പറ? അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെശയ്യാപ്രവചനം അത് മറന്നുപോരുത്, ആ വാക്യം ഭയങ്കര വാക്യമാണത്. നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത്. അത് പത്രോസിന്റെ ഭാഷയാണ്. പക്ഷെ യെശയ്യാവിന്റെ പദം അതല്ല. എപ്പോഴും നമ്മൾ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനയെ അവൻ ചുമന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനയെ അവൻ ചുമന്നു. യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ എൻ്റെ രോഗങ്ങൾക്കും എൻ്റെ വേദനകൾക്കും ശമനമുണ്ട്, സൗഖ്യമുണ്ട്, വിടുതലുണ്ടെന്ന് 5-ാം സുവിശേഷകനായ യെശയ്യാവ്. ഈ 5-ാം സുവിശേഷം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? സുവിശേഷ യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാനാണ്. പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് യെശയ്യാവാണ്. അതുകൊണ്ടാണ് 5-ാം സുവിശേഷകൻ എന്ന് നമ്മൾ അലങ്കാര ഭാഷയിൽ വേദപണ്ഡിതന്മാർ പറയുന്നത്. അതിലെ വാക്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ ഉത്ഭവിച്ചു, വേദനയെ അവൻ ചുമന്നു. നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ, കർത്താവിൻ്റെ വചനം നമ്മളിൽ വ്യാപരിച്ചാൽ നമുക്ക് സൗഖ്യം കിട്ടും പ്രിയമുള്ളവരെ. പക്ഷെ ഇവിടെ സർപ്പത്തിൻ്റെ കടിയേറ്റാൽ ഒരു രക്ഷയില്ല. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചാൽ ആ ചതിയിൽ രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ല. വഴി ഇതൊന്നു മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിഗത ഉപദേശവും കേട്ടനുസരിച്ച് ജീവിച്ചാൽ സർപ്പത്തിൻ്റെ ആ ചതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇന്നത്തെ ആത്മീയഗോളം നല്ലൊരു ശതമാനം, എല്ലാവരും അല്ല, നല്ലൊരു ശതമാനം സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചിട്ടിരിക്കുക. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് അവിടെ ഹൃദയം വഷളായിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ പഴയ നിയമത്തിലെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ആ ഭാഗം എടുത്ത് വായിക്കാനിടയായി. യിരെമ്യാ പ്രവചനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചു കേൾക്കൂല? ഇല്ലല്ലേ, പുസ്തകമില്ല. യിരെമ്യാവ് 3-ന്റെ അത് വളരെ വിചിത്രമായൊരു പഠനമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ മനോഹരമായൊരു പഠനമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു: ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയെ തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അങ്ങനെയുള്ള ദേശം മലിനിയായി പോകുകയില്ലയോ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3:14 പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ അരുളപ്പാട്, വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. പഴയ നിയമ ഇസ്രയേൽ ദൈവത്തിൻ്റെ ഭാര്യയായിട്ടും യഹോവയായ ദൈവം ഇസ്രയേലിൻ്റെ ഭർത്താവായിട്ടും, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. വചനത്തിലെ കാര്യമായി പറയുന്നത്. സ്തോത്രം. ഞാൻ നിങ്ങളുടെ ഭർത്താവ്. പിന്നെ വേറെയും ഭാഗത്തുണ്ട് ആ വിഷയം. 3:20 വായിക്കാം. ഇസ്രായേൽ ഗൃഹമേ, ഭാര്യ ഭർത്താവിനോട് വിശ്വാസവാദകം ചെയ്ത് അവനെ വിട്ടുകളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസവാദകം ചെയ്തിരിക്കുന്നു യഹോവയുടെ അരുളപ്പാട്. അപ്പൊ യഹോവയായ ദൈവത്തിന്റെ ഭാര്യയായിട്ട് ആരായിരുന്നു? ഇസ്രായേൽ ജനം. ദൈവം പറയാ, ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചതുപോലെ നിങ്ങൾ എന്നോട് അവിശ്വസ്തത കാണിച്ചു. ഇത് തന്നെ ഇവിടെയും. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷൻ, ക്രിസ്തു സഭയുടെ മണവാളൻ, സഭ ഭാര്യ അല്ലെങ്കിൽ നിർമ്മല കന്യക അല്ലെങ്കിൽ മണവാട്ടിയാകേണ്ടവൾ. ആ കല്യാണം നടക്കുന്നത് വരെ, കല്യാണം നടക്കാമെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? പറഞ്ഞേ, കർത്താവ് നമ്മൾ ചേർക്കുക, കർത്താവിൻ്റെ ഒരു എടുക്കപ്പെടുക, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുത്ത് വരിക, അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കുക. ആ സമയം വരെ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകരുത്. വഷളായി കഴിഞ്ഞാൽ എന്ത് പറ്റും പാസ്റ്റർ?
വഷളായി കഴിഞ്ഞാൽ ആ കന്യകയെ, ആ സഭയെ, കൈവിടപ്പെട്ടു പോയ സഭയെ ചേർക്കാൻ ആര് വരും? പാസ്റ്റർമാ. ഏത് ക്രിസ്തു വരും? പിന്നെ ഏത് ക്രിസ്തുവിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ കിടന്ന് തൊഴിയും ഇടിയും കൊണ്ട് അവസാനം ഇവിടെ പോവാം? സാത്താനുവിൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് പോയി. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു സഭയിലെ പാസ്റ്റർ, ആ പാസ്റ്ററാൽ നടത്തപ്പെടുന്ന വിശ്വാസികൾ, എൻ്റെ നിർബന്ധം ഇതാ, കാഹളം ധ്വനിക്കുമ്പോൾ ഒന്നുകിൽ രൂപാന്തരമോ അല്ലെങ്കിൽ ഉയർപ്പോ കിട്ടണം. ഇത് രണ്ടിലൊന്നും കിട്ടിയില്ലെങ്കിൽ ഈ പുസ്തകം ചുവന്നാണ് നടന്നിട്ട് വല്ല ഗുണമുണ്ട്? ഇതാരാ? അത് പാസ്റ്റർ അല്ല, ഫ്രാൻസിസ് ബ്രദർ. പുള്ളി എന്നാ വിശ്വാസിയാണ്. കർത്താവ് വരുമ്പോൾ ഇവിടെ കിടന്നു പോയി. വല്ല ഗുണമുണ്ടോ? വല്ല ഗുണമുണ്ടോ? ഞാനാരാ? പാസ്റ്റർ. കർത്താവിൻ്റെ ഒരു കൈവിടപ്പെട്ടു പോയി. വല്ല ഗുണമുണ്ടോ എന്നെ കൊണ്ട്? ഹല്ലേലൂയ. ഇതെന്താരും ചിന്തിക്കാത്ത? ചുമ്മാ അങ്ങ് പോകുന്നൊരു ധാരണ എല്ലാവർക്കും. ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചാൽ നല്ലത്. ഫിലിപ്പിയ ലേഖനം വർഷമാന്ന് വായിച്ചേ, 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. മാത്രമല്ല ഭയത്തോടും വിറയലും കൂടി രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. രക്ഷിക്കപ്പെട്ടവൻ രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടാൻ രക്ഷയ്ക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. എന്താ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക? വചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കണം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വിശുദ്ധാംശം പ്രാപിച്ചു, ഒരു വിശ്വാസിയായി സഭയിൽ കൂടി, സ്വത്രാഴ്ച, ദശാംശം, ഉപവാസ പ്രാർത്ഥന, കൺവെൻഷൻ, മീറ്റിംഗ്, എല്ലാത്തിനും പോയി കൂടി ഭയങ്കര ബഹളം. കൺവെൻഷൻ കഴിഞ്ഞ്, ജനറൽ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം കൂട്ടയടി. എന്തിനാ അടിക്കുന്നേ? ചെയറ് മേടിച്ചതിൻ്റെ കണക്ക്, കാശിൽ കണക്ക്, കള്ളക്കണക്ക്. പന്തൽ കെട്ടിയതിൽ കള്ളക്കണക്ക്. പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്തതിൽ കള്ളക്കണക്ക്. ഫുഡ് വെച്ചൊരു കള്ളക്കണക്ക്. കാരണം കള്ളന്മാർ ഇഷ്ടം പോലെ കിടക്കുക പ്രസ്ഥാനത്തിൽ. അവരും നേതൃത്വ നിരകളും എല്ലായിടത്തും ഉണ്ട്. ഇത് നേതൃത്വ നിരകളിലും വിശ്വാസികളിലും കള്ളന്മാർ പെരുകിയിരിക്കുക. യെരുശലേം ദേവാലയത്തെ നോക്കിയിട്ട് കർത്താവ് എന്താ പറഞ്ഞു? പറ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അടുത്തേ, നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ഇന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനം കള്ളന്മാരുടെ ഗുഹയാണെന്ന് പറഞ്ഞാൽ എന്നെ കല്ലെറിയും. കല്ലെറിഞ്ഞോട്ടെ. കള്ളന്മാരുടെ ഗുഹയാണ്. ഓരോ പേര് വെച്ചുള്ള ഗുഹകളായിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഓരോ ബ്രാഞ്ചസും ഉണ്ടാക്കി ഭയങ്കര പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം ഇതെല്ലാം കൂടി എവിടെ ചെന്ന് അവസാനിക്കും? ന്യൂ ജനറേഷൻകാർ 5000 പേര്, 6000 പേര്, 8000 പേര്. എറണാകുളം ടൗണിലൊരു ചർച്ചുണ്ട്, 500 രൂപ സ്വത്രാഴ്ച ഇടാത്ത ഒരുത്തിന് ഇങ്ങോട്ട് വരേണ്ടത്. ഇങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട് ബ്രദർ? ഇവരെയൊക്കെ നമ്മൾ വിശുദ്ധവിമലം ചെയ്യണം പിടിച്ച്. നീ നരകത്തിൻ്റെ ശൂഷകനാണെന്ന് ഞാൻ പ്രസംഗിക്കും. 500 രൂപ ഇടാത്തവർ. 500 രൂപ ഇടുമ്പോൾ 100 പേര് വന്ന കാശ് എത്രയായി? 2.5 ലക്ഷം രൂപയായി. അപ്പോൾ ഇവൻ്റെ ലക്ഷ്യം എന്താ? ദ്രവ്യാഗ്രഹം. പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 പത്രോസ് 2 പത്രോസ് 2-ന്റെ 1, 2, 3 വാക്യം പെട്ടെന്ന് വായിച്ചേ. തീരാൻ പോ, ഒരു 5 മിനിറ്റ് കൂടി ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. 2 പത്രോസ് 2-ന്റെ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിൽ ദുർദശക്കന്മാരുണ്ടാകും. നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരും. ആ ന്യായവിധി എന്താണെന്നൊക്കെ മതി. ആ ന്യായവിധി എന്താണെന്നൊക്കെ 2 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ അവസാനം വരെ വായിച്ചു വരുമ്പോൾ അവരെ പന്നികളോടും പട്ടികളോടും പത്രോസ് അപ്പോസ്തലൻ ഉപമിച്ച് പ്രസംഗിക്കും. ഛർദ്ദിച്ച് തിന്നുന്ന പാസ്റ്റർമാർ. ഇന്നത്തെ ആത്മീയ കോളത്തിലുള്ള നല്ലൊരു ശതമാനം പാസ്റ്റർമാരും ഈ ഡിസ്കോ ഡാൻസ് ആടിയ പാസ്റ്റർമാർ, അവരൊക്കെ
പ്രാരംഭം നല്ലതായിരുന്നു. പരപരമേശാക്ക പാടിയില്ലേ? പ്രാരംഭം നല്ലതായിരുന്നു. കാശ് വന്ന് കൂടിയപ്പോൾ എന്ത് പറ്റി? സാത്താൻ്റെ ഏജന്റുകളായി മാറി. എന്തോ ഒരു ദുഃഖകരമാണ് അവസ്ഥ. ഇന്ത്യയുടെ അപ്പോസ്റ്റൽ എന്ന് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നൊരു പാസ്റ്ററായിരുന്നു പാസ്റ്റർ KP യോഹന്നാൻ. അവസാനം ഇവിടെ ചെന്ന് അവസാനിച്ചു. നിങ്ങൾ പറ. ഇന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹം ഒത്തിരി പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കിയില്ലേ. എന്ത് കെട്ടിപ്പൊക്കി? നിമ്രോദിന്റെ കൂട്ടർ കെട്ടിടം കെട്ടിപ്പൊക്കിയതുപോലെയുള്ളൂ. അതൊക്കെ ഗുണമൊന്നുമില്ല. അത് ഇടിച്ച് പൊളിച്ച് തമ്പുരാൻ കർത്താവിൻ്റെ വരിൽ തകർത്ത് കളയും. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ക്രിസ്തു വന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരു അടിസ്ഥാനത്തിൽ പണിയുന്ന മുഴുവൻ എന്ത് ചെയ്യും? ശോധന ചെയ്യുമ്പോൾ വെന്തുപോകും. 6 കൂട്ടം കാര്യങ്ങളാണ് അവിടെ. മരം, പുല്ല്, വൈക്കോൽ, വെള്ളി, പൊന്ന്, വിലയേറിയ കല്ല്. ഏതായി വിലയേറിയ കല്ല്? യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ല്. യേശുവിനെ കർത്താവിൻ്റെ ക്ഷതമായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും വരുന്ന ആ വിലയേറിയ കല്ല്, ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ നിർമ്മല കന്യകയായി കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന കല്ലുകൾ, നിർമ്മല കന്യകമാർ. സ്വത്രം, അവരാണ് കർത്താവിൻ്റെ വരിയിൽ പോകുന്നത്. അല്ലാത്തത് മുഴുവൻ ചതിയിൽപ്പെട്ട് കിടക്കുകയാണ്. പാസ്റ്റർമാര് ചതിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എഫേസ്യർ 5:16 വ്യർത്ഥവും അല്ല, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. കൊലോസ്യർ 2:4 വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. റോമലേഖനം 16:17-18 ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് നമ്മളെ ചതിക്കരുത്. കൊലോസ്യർ 2:8 തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ടാരും നിങ്ങളെ ചതിക്കരുത്. എഫേസ്യർ 4:14 ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുള്ള ശിശുക്കളായിരിക്കരുത്. നിങ്ങൾ ആത്മീയ ശിശുവായാൽ നിങ്ങളെ ചതിക്കും. സാത്താൻ ചതിക്കും. സാത്താൻ ചതിക്കാനായിട്ട് യേശുവിനെ ശ്രമിച്ചു. യേശുവിനെ ശ്രമിച്ച സാത്താൻ നമ്മളെ ചതിക്കാനായിട്ട് ശ്രമിക്കില്ലേ? മത്തായി 4, ലൂക്കോസ് 4 സാത്താൻ യേശുവിനെ ചതിക്കുന്ന ചതി നമ്മൾ കണ്ടല്ലോ. എന്താ പറഞ്ഞത്? കല്ലപ്പമായി തീരാൻ പറഞ്ഞു. പിന്നെ വേളിയിൽ നിന്ന് ചാടാൻ പറഞ്ഞു. പിന്നെ ഒന്ന് വീടിനെ നമസ്കരിക്കാൻ പറഞ്ഞു. 3 ചതിയുടെ വാക്കുകൾ സാത്താൻ വെച്ചു. യേശു കർത്താവ് 3 ഹൃദയത്തിൽ വചനമുള്ളായതുകൊണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. വിട്ടുപോ സാത്താനെ എന്ന് പറഞ്ഞു. മുകളിൽ ചാടാൻ പറഞ്ഞു. ദൈവം നിന്റെ ദൂതന്മാരെ കൊണ്ട് സൂക്ഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞു. പിന്നെ അടുത്തതാണ് പെന്തക്കോസ്തുകാർ ചതി വീണ് കിടക്കുന്നത്. എന്താണെന്നറിയാമോ ആ ചതി? നിങ്ങളൊക്കെ വേദപുസ്തകം വായിച്ച് പഠിക്കുന്നവരല്ലേ? എന്താണ് ആ ചതി? ഇതെല്ലാം എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഈ ലോകത്തിന്റെ ഭൗതികം മുഴുവൻ എൻ്റെ കയ്യിലിരിക്കുക. നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിൻ്റെതാണ്. വിജായ എന്ന് പറഞ്ഞു. ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ഇന്നത്തെ പാസ്റ്റർമാരാണെങ്കിൽ, ഞാൻ എൻ്റെ ഭംഗിയിൽ പ്രസംഗ ശൈലിയിൽ അത് പറയാറുണ്ട്, ഇന്നത്തെ പലരും ആണെങ്കിൽ അതെല്ലാം വീട് നമസ്കരിച്ച് ആ പലസ്തീൻ നാട്ടിലെ കല്ല് മുഴുവൻ അപ്പമാക്കി ഗിൽഗാൽ ഫുഡ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ഫാക്ടറി ഉണ്ടാക്കി വിറ്റ് 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 തിന്ന് അവസാനം നരകത്തിൽ പോയി വീണേ. കർത്താവ്, എൻ്റെ പ്രധാന പോയിന്റ് ചിന്തിക്കണം. കർത്താവിൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു? തിരുവഴുത്തുകളുണ്ടായിരുന്നു. വചനം ഹൃദയത്തിലുണ്ടായിരുന്നു. വചന ഹൃദയത്തിലുള്ള ഒരുത്തിനെയും പിശാചിനെ തെറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വചനം വായിച്ച് പഠിക്കണമെന്നുണ്ട്. എൻ്റെ അടുക്ക് ആരെങ്കിലും ഒരു ഉപദേശം കൊണ്ടുവന്നാൽ വചനത്തിലൂടെയാണെങ്കിൽ സ്വീകരിക്കില്ലെങ്കിൽ എൻ്റെ പൊന്നു സാറേ സലാമെന്ന് പറയും. ഏത് മഹാനാണെങ്കിലും ശരി, ഡോക്ടറോ റവറൻറ്റോ എന്താണെങ്കിലും ശരി, പുസ്തകത്തിലില്ലാത്ത കാര്യമായിട്ട് ഞാൻ കൈ കൊടുക്കാൻ താല്പര്യമില്ല. കർത്താവും അപ്പോസ്തലന്മാരും ഉപദേശിച്ച ഉപദേശം, വിശുദ്ധ പ്രവാചകന്മാരും പറഞ്ഞ വചനങ്ങൾ അത് നിഴലായി പൊരുളായി നമുക്ക് തന്നിട്ടുണ്ട്. അതിലപ്പുറം ഒന്നും നമുക്ക് ആരുടെയും വേണ്ട. സ്തോത്രം. അപ്പം ചതി ഇഷ്ടംപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചതിയിൽ ആരും പെട്ടുപോകരുത്. ഒത്തിരി ചതി നടക്കുന്നുണ്ട്, ഒത്തിരി ചതി. നമ്മൾ വഷളായിപ്പോയാൽ എന്ത് പറ്റും? നോഹയുടെ കാലഘട്ടത്തിൽ വഷളായപ്പോൾ എന്ത് ചെയ്തു? ആ ജനത്തെ ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചു. പുതിയ നിയമസഭ വഷളായിപ്പോയാൽ എന്നാ ശിക്ഷാവിധി അവർക്ക് കൊടുക്കാൻ പോകുന്നത്? അഗ്നിപ്രളയത്തിൽ കൊണ്ട് തള്ളും.
പഴയ നിയമത്തിലെ ജനത്തെ വെള്ളം കൊണ്ട് ശിക്ഷ വിധിച്ചെങ്കിൽ പുതിയ നിയമത്തിലെ ജനത്തെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് കർത്താവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങേണ്ട പോലെ ഒരുങ്ങാത്ത വിശ്വാസികളെയും പാസ്റ്റർമാരെയും ക്രൈസ്തവ സമൂഹങ്ങളെയും കർത്താവ് തള്ളിക്കളയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ഏക ചിന്ത, കർത്താവ് വരുമ്പോൾ എനിക്ക് രൂപാന്തരം കിട്ടണം. കർത്താവ് വരുമ്പോൾ എനിക്ക് ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കണം. മരിച്ചുപോയാൽ ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കണം. അല്ലെങ്കിൽ എനിക്ക് രൂപാന്തരം കിട്ടണം. ആ ഒരൊറ്റ ചിന്തയാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. അതിനുവേണ്ടിയാണ് ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ദിവസം ഭരിക്കുക. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ ഇരിക്കുന്നു. ക്രിസ്തു ഏകപുരുഷന് നിങ്ങളെ നിർമ്മനിയനിപ്പിക്കാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഞാൻ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ പ്രസംഗിക്കുകയും. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച യേശുവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഒന്നാമത്തെ പ്രസംഗത്തിൽ അവർ പ്രസംഗിച്ചത്, ഒന്നാമത്തെ പ്രസംഗത്തിൻ്റെ പ്രസംഗ ഭാഷ അറിയാമോ? ഒന്നാമത്തെ പ്രസംഗത്തിലുള്ള പ്രസംഗം, ഹല്ലേലൂയ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ മാനസാന്തരപ്പെടുക. റിപ്പന്റന്റ് ആൻഡ് ബാപ്റ്റിസം. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക. മാനസാന്തര സഭ നഷ്ടപ്പെടുത്തി. പുതിയ നിയമസഭയ്ക്കുള്ള ഏറ്റവും അവസാനത്തെ സന്ദേശം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മാനസാന്തരപ്പെടുക. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് അത്താഴം കഴിക്കും. കർത്താവ് സഭയുടെ വെളിയിൽ കിടക്കുക. ഇന്നലെയും ഞാനത് പ്രസംഗിച്ചു, ഇന്നും പ്രസംഗിക്കുക. ഇന്നത്തെ സഭകളുടെ വെളിയിൽ കർത്താവ് കിടക്കുക. കർത്താവിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ ഇവ മാനസാന്തരപ്പെടണം. ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഒരു കറുമ്പൻ അമേരിക്കയിൽ വെച്ച് ഒരു വെള്ളക്കാരുടെ സഭയിൽ പോയി, ഏതോ യാത്ര ചെയ്ത് വന്ന വഴി ഒരു സഭയിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഗേറ്റിൽ നിൽപ്പുണ്ടൊരു വെള്ളക്കാരൻ സായിപ്പോയി. അതിനോട് പറഞ്ഞു, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ചോദിച്ചു, എന്ത് പറ്റി? നീ ബ്ലാക്ക് മാൻ ആണ്, അതിന് ഇവിടെ വൈറ്റ് വെള്ള ആൾക്കാർക്കേ ഉള്ളൂ കൂട്ടായ്മ, പ്രാർത്ഥന. ഇവൻ ഭയങ്കര സങ്കടമായി പോയില്ലേ? രക്ഷിക്കപ്പെടുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കറുത്തിരിക്കുന്നവനാണ്. അവനപ്പുറത്ത് മാറിപ്പോയിരുന്നു. ഒരു കെട്ടിടത്തിൻ്റെ അവിടെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ മൂലയിൽ പോയിരുന്നു ഇങ്ങനെ കരയുക. ദൈവമേ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വചിതാംശം പ്രാപിച്ച് ആരാധിപ്പാൻ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി. എന്ത് ചെയ്യും? കരഞ്ഞപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായെന്നാണ് കഥ. അവരോട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? എന്നെ അതിനുള്ളിൽ കയറ്റിയില്ല. എടാ, എന്നെ അവർ ഉള്ളിൽ കയറ്റിയിട്ടില്ല, ഇനിയാണ് നിന്നെ. മനസ്സിലായോ? എന്നെ അവർ സഭയിലോട്ട് കയറ്റിയിട്ടില്ല, പിന്നെയാണോ നിന്നെ കയറ്റുന്നത്? മാനസാന്തരപ്പെടാത്ത കൂട്ടങ്ങളാണിന്ന്. എല്ലാവരുമല്ല, എല്ലായിടത്തും, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും മാനസാന്തരപ്പെട്ടവരും വീണ്ടും ജന്മം പ്രാപിച്ചവരും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. ചെറിയ ഗ്രൂപ്പുകളേ ഉള്ളൂ. 2, 3, 4, 5 പേരൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നുള്ളൂ. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പൗലോസ് ചെന്നപ്പോൾ 10 പേരിന്ന് പ്രാർത്ഥിക്കുക. 10-12 പേര് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ഇല്ലെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചവർക്കെല്ലാം അഭിഷേകം കിട്ടി. അവർ സ്വർഗത്ത് പോകാനിടയായി. ഇതുപോലെ അഭിഷേകം പ്രാപിക്കാത്ത കൂട്ടങ്ങളൊക്കെ ഇന്ന് കൂടുതൽ. ആത്മാവിനാൽ നടത്തപ്പെടാത്ത കൂട്ടങ്ങളൊക്കെയാണ് കൂടുതലും. അതുകൊണ്ട് ചതിയിൽപ്പെട്ടു പോകരുത്, വഞ്ചനയിൽപ്പെട്ടു പോകരുത്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ പ്രസംഗിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രസംഗം മുഴുവൻ പാപമോചനം, ദൈവരാജ്യം, സ്വർഗരാജ്യം. പൗലൂസിൻ്റെ പ്രസംഗം പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ 2-3 സ്ഥലത്ത് കാണുന്നു. പൗലൂസ് തൻ്റെ അടുക്കൽ വരുന്നവരെ എല്ലാം ദൈവരാജ്യം പ്രസംഗിച്ചു, സ്വർഗരാജ്യം പ്രസംഗിച്ചു. കർത്താവിൻ്റെ ശിഷ്യന്മാരും എന്തിനു ഏറെ പറയുന്നു, യോഹന്നാൻ സ്നാപകൻ പോലും സ്വർഗരാജ്യം പ്രസംഗിച്ചു. കർത്താവ് സ്വർഗരാജ്യം പ്രസംഗിച്ചു. ഇന്നത്തെ പാസ്റ്റർമാർ നല്ലൊരു ശതമാനം ദൈവരാജ്യമല്ല അവർ പ്രസംഗിക്കുന്നത്, സ്വർഗരാജ്യമല്ല അവർ പ്രസംഗിക്കുന്നത്. ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാമെന്നുള്ളതാണ്. അത് അപകടമാണ്. ഈ ലോകത്ത് കഷ്ടപ്പാടോടുകൂടി ആ ലാസറിനെ പോലെ ജീവിച്ചാലും മരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ മടിയിലിരുന്ന് സന്തോഷിക്കുന്ന ലാസർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹവും നന്മയുമായി തീരേണ്ടതിനെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്വോത്രം ചെയ്താട്ടെ. അല്പസമയം സ്വോത്രം ചെയ്താട്ടെ. സ്വോത്രം. ഹല്ലേലൂയ.